Hi students, good morning to you all. Welcome to the class on corporate accounting. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമാൽഗമേഷൻ്റെ ആദ്യ ഭാഗത്തുള്ള തിയററ്റിക്കൽ ആസ്പെക്ട്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വെളിച്ചം ലേശം കുറവാണ്. ഞാൻ പൊതുവേ കറുത്തതായതുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല നല്ല പോലെ. അപ്പോൾ എന്താണ് നമ്മുടെ അമാൽഗമേഷൻ, എന്തായിരുന്നു നമ്മുടെ അബ്സോർഷൻ, എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അമാൽഗമേഷൻ 2-3 കമ്പനികൾ കൂടിച്ചേർന്ന് പുതിയ കമ്പനികൾ രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുക. പിന്നെ ഒരു നിലവിലുള്ള കമ്പനി വേറൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അബ്സോർഷൻ എന്ന് പറയും. പിന്നെ ഒരു കമ്പനി പുതുതായിട്ട് രൂപീകരിച്ചൊരു കമ്പനി വേറൊരു കമ്പനിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഈ അമാൽഗമേഷൻ, അബ്സോർഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസിൽ കുറേ കമ്പനികൾ ഇല്ലാണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ബിസിനസ് വേറൊരു കമ്പനി ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി നിലവിൽ വരും. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അമാൽഗമേഷൻ, എന്തിനാണ് ഇങ്ങനെ കമ്പനികൾ കൂടിച്ചേരുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അമാൽഗമേഷൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, വാങ്ങുന്ന കമ്പനി വിൽക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ, ഡിഫറെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ മെത്തേഡ് ലംസം മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ്, അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ്. ഇൻട്രൻസിക് വാല്യൂ മെത്തേഡിൽ ബാക്കി 3 മെത്തേഡുകളും പഠിച്ചതാണ്, എന്തെങ്കിലും പറഞ്ഞു. ഇൻട്രൻസിക് വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മുടെ ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റ് കാര്യങ്ങളിലേക്ക്, അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് പഠിക്കാൻ വരുന്ന സാധനം ഈ പർച്ചേസ് കൺസിഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഫ്രാക്ഷൻ ഷെയർ എന്നുള്ളൊരു ഭാഗം. പേര് തന്നെയുണ്ട്, ഫ്രാക്ഷൻ ഷെയർ എന്ന് പറയുക പീസ് ഓഫ് ഷെയർ, ബാഗൻ ഷെയർ. നമ്മൾ at the time of calculating the purchase consideration, and if the purchase consideration are payable by way of shares, sometimes we may get a fraction share. പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്നു, ആ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ഷെയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം ഫ്രാക്ഷൻ ഷെയർ വരും. ഉദാഹരണത്തിന് പറഞ്ഞാൽ 102 രൂപയാണ് നമ്മളുടെ പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ ഈ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നത് ഷെയർ ആയിട്ടാണ്. ഒരു ഷെയറിൻ്റെ വില 10 ആണ് എങ്കിൽ ഈ 102 രൂപ നമ്മൾ കൊടുക്കേണ്ടുന്നത് 10 ഷെയർ കൊടുത്താൽ 100 രൂപയാണ്. പിന്നെ 2 രൂപയ്ക്ക് ഒരു ഷെയറിൻ്റെ 10ൽ 2 ഭാഗം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ 2 രൂപയെ 2 ഭാഗത്തിനെ, ആ ചെറിയ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫ്രാക്ഷൻ ഷെയർ എന്ന് നമ്മൾ വിളിക്കും. As we know, shares cannot be issued in fraction. We cannot issue shares in fraction. അര ഷെയർ, കാ ഷെയർ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഷെയർ can be issued in full only. So in such a case, if purchase consideration is payable by way of shares, and the purchase consideration is not a round figure, there arises a fraction share. So the Company Act says that shares should be issued in full, and in respect of the fraction shares, such a fraction share should be valued at market price, and not at face value, and should be paid or settled in cash.
ആ ഫ്രാക്ഷൻ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഫേസ് വാല്യൂ അല്ല. കമ്പനി 10 രൂപയുടെ ഷെയറിന് 10 രൂപ ആയിരിക്കില്ല മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് ചിലപ്പോൾ 18 രൂപയൊക്കെ ഉണ്ടാകും. അപ്പം അത്രയും ഫ്രാക്ഷൻ ഷെയറിന് നമ്മൾ മാർക്കറ്റ് ഷെയറിൻ്റെ ഭാഗമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 രൂപ ആണ് നമ്മളുടെ ബാക്കി കൊടുക്കാനുള്ളത്. അപ്പം നമുക്കറിയാലോ 10-ൽ 2, 2/5 2/10 ഭാഗമാണ്, അല്ലെങ്കിൽ 1/5 ആണ് നമ്മളുടെ ഷെയറിൻ്റെ ഫ്രാക്ഷൻ ഷെയറിൻ്റെ ഫ്രാക്ഷൻ പോർഷൻ. 1/5 ഭാഗം 5/1 ഭാഗം. അപ്പോൾ നമ്മൾ ഈ 10-ൽ 5-ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 2 രൂപ നമ്മൾ പണമായി കൊടുത്താൽ പോരാ. ഈ 10 രൂപയുടെ ഒരു ഷെയറിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്ന് നോക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മാർക്കറ്റിൽ 20 രൂപ വിലയുണ്ടെങ്കിൽ ആ മാർക്കറ്റ് വിലയുടെ അത്രയും ഫ്രാക്ഷൻ, അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പണമായി കൊടുക്കണം. ബാക്കിയുള്ള ഷെയറുകൾ നമുക്ക് സാധാരണ ഷെയറുകളായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഷെയർ ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ട്. ദർ വിൽ ബി നോ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ ഷെയർസ്. കാരണം ഷെയറിൻ്റെ വില 100, 10 എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ വില 10, 15 അങ്ങനെയുള്ള റേറ്റിലായിരിക്കും. 1 ലക്ഷം 2 ലക്ഷം ഒന്നും ഉണ്ടാവില്ല. അപ്പം വളരെ ചുരുങ്ങിയ ഒരു തുക മാത്രമേ നമ്മുടെ ഫ്രാക്ഷൻ ഷെയർ ആയിട്ട് നടത്തും. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻ ഷെയർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു മെത്തേഡ് വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. ഇത് തിയററ്റിക്കൽ ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. തിയററ്റിക്കൽ ബേസിൽ അമാൽഗമേഷൻ ഒരുപാട് തരമുണ്ട്. ഒരേപോലെയുള്ള കമ്പനികൾ കൂടിച്ചേരുക, ഒരു കമ്പനിക്ക് ഉപകാരപ്രദമായ മറ്റൊരു കമ്പനിയുമായി കൂടിച്ചേരുക, വെർട്ടിക്കൽ അമാൽഗമേഷൻ, ഹൊറിസോണ്ടൽ അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരം തിയററ്റിക്കൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. In corporate accounting, we are not dealing with the theoretical aspect of amalgamation. We have to deal with the practical, problematic aspects of amalgamation. എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക എന്നതിനാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു 14-ലാണ് അമാൽഗമേഷൻ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. പഴയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വീണ്ടും ഞാൻ പറയുന്നു. For the purpose of accounting or for the accounting purposes, the amalgamation is classified into 2 categories. You have to remember that whenever we use the term amalgamation, it includes amalgamation, absorption and external reconciliation. ഇത് മൂന്നും വരുന്നുണ്ട് ഈ ടേമിൽ. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരം അമാൽഗമേഷൻ ഇൻക്ലൂഡ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. സോ the accounting treatment for amalgamation, absorption and external reconciliations are the same. So the term amalgamation includes these 3 things. Theoretically, there may be differences between amalgamation, absorption and external reconciliation. രണ്ടായിട്ട് തരംതിരിക്കുക. ഒന്ന് amalgamation in the nature of merger, 2 amalgamation in the nature of purchase. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത് അമാൽഗമേഷന് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നാമതാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. എപ്പോഴാണ് നമ്മുടെ അമാൽഗമേഷന് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുക? ഇഫ് an amalgamation satisfies certain conditions, all the conditions, such an amalgamation will be treated as amalgamation in the nature of merger. മെർജർ ഇല്ല, മെർജ് എന്ന് അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ER ഉണ്ട്, ഇപ്പം തിരുത്താൻ പറ്റില്ല. നേരത്തെ കണ്ടില്ല പോട്ടെ. അപ്പോൾ ഇത് an amalgamation satisfy certain conditions, such an amalgamation is called by the name amalgamation in the nature of merger. Conditions നോക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ, all the assets and liabilities of the transferor company, വെണ്ടർ കമ്പനി, വിൽക്കുന്ന കമ്പനി, ഇല്ലാണ്ടായി പോകുന്ന കമ്പനി, should become the assets and liabilities of the transferee company after amalgamation. First condition, ഈ വിൽക്കുന്ന കമ്പനിയുടെ
എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റികളും അമാൽഗമേഷന് ശേഷം വാങ്ങുന്ന കമ്പനിയുടെ അസറ്റുകളും ലയബിലിറ്റികളും ആകണം. എന്നാൽ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, ദ പർച്ചേസിംഗ് കമ്പനി ഷുഡ് ടേക്ക് ഓവർ all the assets and all the liabilities of vendor company. First condition. Second condition, shareholders holding not less than 90% of the shares of the transferor company should become the shareholders of the transferee company. നമ്മുടെ ഈ ഇല്ലാണ്ടായി പോകുന്ന കമ്പനിയിലെ 90% കുറയാതെയുള്ള ഷെയറുകൾ കൈവശം വെക്കുന്ന ഓഹരി ഉടമകൾ ഈ അമാൽഗമേഷന് ശേഷം ഈ മറ്റേ കമ്പനിയുടെ പർച്ചേസിംഗ് കമ്പനിയുടെ ഓഹരികൾ ഉടമകളായിരിക്കണം. 10% ആൾക്കാർക്ക് പോവാം. പക്ഷെ ആ കമ്പനിയുടെ 90% ഷെയർസ് കൈവശം വെക്കുന്ന ആൾക്കാർ ആഫ്റ്റർ അമാൽഗമേഷൻ should become the shareholders of the transferee company or purchasing company. രണ്ടാമത്തെ കണ്ടീഷൻ. 2 കണ്ടീഷൻ അവിടെ പറഞ്ഞു, ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, വിൽക്കുന്ന കമ്പനിയുടെ എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റികളും ഈ വാങ്ങുന്ന കമ്പനിയുടെ അസറ്റുകളും ലയബിലിറ്റികളും ആയിത്തീരണം അമാൽഗമേഷന് ശേഷം. വിൽക്കുന്ന കമ്പനിയുടെ 90% കുറയാതെയുള്ള ഓഹരികൾ കൈവശം വെക്കുന്ന ആൾക്കാർ അമാൽഗമേഷന് ശേഷം വാങ്ങുന്ന കമ്പനിയുടെ ഓഹരി ഉടമകളായി തുടരണം. രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഇതാ: the consideration payable to the transferor company should be made by way of shares only, and cash can be paid only for fraction shares. ഇപ്പം മനസ്സിലായിട്ടില്ലേ ഫ്രാക്ഷൻ ഷെയർസ്? തൊട്ട് മുമ്പ് എന്തിനാണ് പറഞ്ഞിരുന്നു? ഈ കൺസിഡറേഷൻ, പർച്ചേസ് കൺസിഡറേഷൻ, അത് വാങ്ങുന്ന കമ്പനി വിൽക്കുന്ന കമ്പനിക്ക് കൊടുക്കണം. അത് ഷെയറുകളായി മാത്രമേ കൊടുക്കാവൂ. ഷെയറുകളല്ലാതെ വേറെ ഒരു വഴിയിലും പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. ദ പർച്ചേസിംഗ് കമ്പനി ഷുഡ് പേ ദ പർച്ചേസ് കൺസിഡറേഷൻ ടു ദ വെൻഡർ കമ്പനി ഓൺലി ബൈ വേ ഓഫ് ഷെയർസ്. ഈ വാങ്ങുന്ന കമ്പനിയുടെ ഓഹരികളായി മാത്രമേ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാവൂ. ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്യാഷ് കൊടുക്കാം. എങ്ങനെ? ക്യാഷ് ക്യാൻ ബി പെയ്ഡ് ഓൺലി ഫോർ ഫ്രാക്ഷൻ ഷെയർസ്. നമുക്ക് ഈ ഷെയർ കൊടുക്കാൻ പറ്റില്ല, ഒരു ഫുൾ ഷെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ അത്തരം സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? പണം കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ തുച്ഛമായ ഒരു പൈസയും ഉണ്ടാവും. ഒരു ഷെയർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഷെയർ കൊടുക്കണം. ഒരു ഷെയർ കൊടുക്കാൻ പറ്റില്ല, അതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് കുറഞ്ഞ ഭാഗത്തിന് മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ ഷെയറുകൾ ആവുന്നുള്ളൂ, അതിനെ പണം കൊടുക്കാവൂ. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടത് പണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ ഷെയറിൻ്റെ വിലയല്ല കൊടുക്കേണ്ടത്, ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂയുടെ അത്രയും ഭാഗം നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തെ കണ്ടീഷൻ, ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈസ് ഇൻറ്റൻഡഡ് ടു ബി കണ്ടിന്യൂഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. ഈ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് എന്തായിരുന്നു, അതേ ബിസിനസ് ആയിരിക്കണം ഈ പർച്ചേസിംഗ് കമ്പനിയും തുടരേണ്ടുന്നത്. ദ സെയിം ബിസിനസ്, ഒരേ ബിസിനസ് കൊണ്ട് കണ്ടിന്യൂ ചെയ്യണം. വാട്ട് വാസ് ദ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി? ദാറ്റ് സെയിം ബിസിനസ് ഷുഡ് ബി കണ്ടിന്യൂഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. വിൽക്കുന്ന കമ്പനിയുടെ ബിസിനസ് എന്തായിരുന്നു, അതേ ബിസിനസ് വേണം വാങ്ങുന്ന കമ്പനിയും എന്ത് ചെയ്യാൻ? തുടരാൻ. അതാണ് നമ്മുടെ അടുത്ത കണ്ടീഷൻ. പിന്നീടാണ്, നോ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി മെയ്ഡ് in the book value of assets and liabilities when they are incorporated in the book of transferee company. നമ്മുടെ ട്രാൻസ്ഫറി കമ്പനിയുടെ അല്ലെങ്കിൽ വിൽക്കുന്ന കമ്പനിയുടെ അസറ്റുകൾ ലയബിലിറ്റികളൊക്കെ ആണ് ഈ വാങ്ങുന്ന കമ്പനിയുടെ ബുക്കിലേക്ക് നമ്മൾ കൊണ്ടുവരിക. കാരണം അതാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ബുക്ക് വാല്യൂവിന്, അവർ വിൽക്കുന്ന കമ്പനിയുടെ ബുക്കിൽ എന്ത് വിലയിലായിരുന്നോ അത്
ഉണ്ടായിരുന്നത് ആ വിലയിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ അനുവദിക്കുന്നതല്ല. നോ അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി അലൗഡ് ടു ബി മെയ്ഡ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വെൻ ദേ ആർ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ബ്രോട്ട് ഇൻ ടു ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറിംഗ് കമ്പനി. അപ്പോൾ ഈ വിൽക്കുന്ന കമ്പനിയുടെ ബുക്കിലുള്ള വില എന്താണോ അതേ വിലയിലായിരിക്കണം ഈ വാങ്ങുന്ന കമ്പനി ആ അസറ്റുകളും ലയബിലിറ്റികളും നമ്മളുടെ ബുക്കിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു ഉദാഹരണത്തിന് വിൽക്കുന്ന കമ്പനിയുടെ ബുക്കിൽ ഫർണിച്ചർ 50,000 രൂപയാണെങ്കിൽ വാങ്ങുന്ന കമ്പനിയുടെ ആ അസറ്റ് നമ്മുടെ വാങ്ങുന്ന കമ്പനിയിലേക്ക് ബുക്കിലേക്കും ഇതേ വിലയിൽ 50,000 തന്നെ വരുന്നു കണ്ടീഷൻ. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിന് ഉള്ള കണ്ടീഷൻസ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇഫ് an amalgamation will have to be said to be in the nature of merger, these conditions should be satisfied. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എല്ലാ അസറ്റുകളും ലയബിലിറ്റികളും നമ്മളുടെ കമ്പനിയുടെ വാങ്ങുന്ന കമ്പനിയുടെ അസറ്റ് ആവണം. 90% കുറവല്ലാത്ത ഷെയറുകൾ കൈവശം വെക്കുന്ന ഓഹരി ഉടമകൾ ഈ അമാൽഗമേഷന് ശേഷം നമ്മളുടെ മറ്റേ രണ്ടാമത്തെ കമ്പനിയുടെ വാങ്ങുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരായിരിക്കണം. കൺസിഡറേഷൻ ഷെയർ ആയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വേണേൽ പൈസ കൊടുക്കാൻ പറ്റുന്ന ഫ്രാക്ഷൻ ഷെയറിന് മാത്രമാണ്. ആ വെക്കുന്ന കമ്പനിയുടെ അതേ ബിസിനസ് വേണം വാങ്ങുന്ന കമ്പനി തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ. അസറ്റിൻ്റെ ബുക്ക് വാല്യൂലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരണം. ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അമാൽഗമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുക. മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുക. അത് കൃത്യമായിട്ട് പഠിക്കണം. കാരണം നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ. ഈ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നത് നമ്മുടെ അമാൽഗമേഷൻ്റെ തരം എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ മെർജറിന് ഒരു മെത്തേഡാണ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന പർച്ചേസിന് അമാൽഗമേഷൻ എന്ന നേച്ചർ ഓഫ് പർച്ചേസിന് വേറൊരു മെത്തേഡുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. അടുത്ത് നോക്കുക, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. എന്താണ് അതിനെ കൃത്യമായിട്ടുള്ള പറയുന്നില്ല. അമാൽഗമേഷൻ വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ എബവ് കണ്ടീഷൻ ഈസ് ടേംഡ് ആസ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. പറഞ്ഞല്ലോ നേരത്തെ, മെർജർ ആവണമെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ അമാൽഗമേഷനിൽ മേലെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മുഴുവനായിട്ടോ ഒന്നായിട്ടോ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള അമാൽഗമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇഫ് ദ അമാൽഗമേഷൻ ഈസ് നോട്ട് ടു ബി ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, if the amalgamation is to be in the nature of merger, all the conditions should be satisfied. മെർജർ ആവണമെങ്കിൽ അവിടെ കൊടുത്ത എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ മെർജർ ആകും. അങ്ങനെ എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള അമാൽഗമേഷനെ നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്നാണ് വിളിക്കും. അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസും അമാൽഗമേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കണ്ടീഷൻസോ രണ്ട് കണ്ടീഷൻസോ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാം. ഈ പറഞ്ഞ കണ്ടീഷൻ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഭൂരിഭാഗം അമാൽഗമേഷൻസും ആർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഭൂരിഭാഗം അമാൽഗമേഷൻസും ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമാൽഗമേഷൻ്റെ എന്താ പറയുക തരംതിരിവ്, ക്ലാസിഫിക്കേഷൻ. രണ്ട് തരം അമാൽഗമേഷൻ ഉണ്ട്. നമ്മളിനി മുഴുവൻ പറയാൻ നേരം ഉണ്ടാവില്ല, എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ, അതൊക്കെയാണ് തിയററ്റിക്കൽ പറഞ്ഞു. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷനെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പേ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമാൽഗമേഷനിലെ എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ അമാൽഗമേഷന് ശേഷം നമ്മൾ ഈ പുതിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്
പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് എ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇൻ ദ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷനിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഏത് പ്രോബ്ലം എടുത്താലും അതിലൊക്കെ അവസാനം നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കറിയാം, കമ്പനികൾ അവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ന്യൂ ഫോർമാറ്റിലാണ്. യു വിൽ ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ ന്യൂ ഫോർമാറ്റ് ആൻഡ് യു വിൽ ഹാവ് ടു പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ആൾസോ ഇൻ ന്യൂ ഫോർമാറ്റ്. ബികോമിൽ നമ്മുടെ 5th സെമിസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ, നിങ്ങളുടെ നല്ല കാലത്തിനോ എൻ്റെ മോശപ്പെട്ട കാലത്തിനോ എന്നറിയില്ല, ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫോർമാറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ ബാലൻസ് ഷീറ്റ്. അത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇത് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ്സാണ്, ആരെയും കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണ്. ഇതൊക്കെയാണ് ഇമാഷും എംകോംകാർ പഠിപ്പിക്കുന്നതൊക്കെ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. 5th സെമിസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ എടുക്കുന്നത് ഈ പറഞ്ഞ ഫൈനൽ അക്കൗണ്ട് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ തുടങ്ങി, ബാക്കി ഭാഗം ഉടനെ എടുക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തേർഡ് ഇയർ ബികോംകാരുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിലെ കോഡ് അടിച്ച് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. വേണമെന്നില്ല, നിങ്ങളുടെ ബുക്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, വി ഡസ് നോട്ട് നീഡ് അറ്റ് പ്രസൻറ്റ്, വി ഡിഡ്ന്റ് നീഡ് the profit and loss statement, we need only the balance sheet. അപ്പോൾ നമുക്കറിയാം, വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളും ലയബിലിറ്റികളും എഴുതും, അത് കൂട്ടിയിടും. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ആസറ്റുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ എഴുതുന്ന ഒരു ഭാഗമാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഈ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ. നമ്മൾ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ 2 സ്ഥലത്ത് ചെയ്യണം. ഒന്ന്, ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ഓർ വെൻഡർ കമ്പനി, വിൽക്കുന്ന കമ്പനിയുടെ ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോകുന്ന കമ്പനി വിൽക്കുന്ന കമ്പനി അവരുടെ ബിസിനസ് വിറ്റില്ലാണ്ടായി പോകുന്നു, ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ബുക്കിൽ, വൈൻഡിങ് അപ്പ് ചെയ്യുന്ന കമ്പനിയുടെ ബുക്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ വെൻഡർ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനി. ഇപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദേ ആർ സ്റ്റോപ്പിംഗ് ദെയർ ബിസിനസ്. സോ ദേ വിൽ ഹാവ് ടു ക്ലോസ് all the accounts and they will have to hand over the assets and liability to the other company, what is called a purchasing company, and in return they will get a consideration. We call it by the name purchase consideration. Then second, we will be required to record the transaction in the book of purchasing company, ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെ ബുക്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ, അമാൽഗമേഷനായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അവിടെ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിൽക്കുന്ന കമ്പനിയുടെ അസറ്റുകളൊക്കെ അവരുടെ ബിസിനസ്സിലേക്ക് വരും. അതിന് കൂടെ തന്നെ വിൽക്കുന്ന കമ്പനിയുടെ കുറേ ലയബിലിറ്റികളൊക്കെ അവരുടെ ബിസിനസ്സിലേക്ക് വരും. അതിന് പ്രതിഫലമായി അവർ കൺസിഡറേഷൻ കൊടുക്കും. അത് പണമാവാം, ഷെയറാവാം, ഡിബഞ്ചറുകളൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും കൺസിഡറേഷൻ കൊടുക്കും. ഇനി അതുകൂടാതെ ചിലപ്പോൾ വേറെയും ഷെയറുകളൊക്കെ അവർ ഇഷ്യൂ ചെയ്തെന്നിരിക്കാം. അങ്ങനെ പുതിയ കമ്പനിയാകുമ്പോൾ പണത്തിന് ആവശ്യമുണ്ടാകും. ദേ മേ ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്. അപ്പോൾ നമ്മൾ ഈ വാങ്ങുന്ന കമ്പനിയുടെ ബുക്കിൽ ഇതിനൊക്കെ ഉള്ള എൻട്രികൾ എഴുതണം. അപ്പോൾ നമ്മളിവിടെ പഠിക്കുക അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള എൻട്രി എന്ത്,
എന്നൊന്നും നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. സോ അതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, അതൊക്കെ ഓർമ്മയുണ്ടാവണം. ഇനി അഥവാ സംശയമാർക്കുണ്ട് എങ്കിൽ നമ്മളുടെ ക്ലാസ് ഇങ്ങനെ പുരോഗമിക്കുന്നതിന് മുമ്പേ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അമാൽഗമേഷൻ പഠിക്കാൻ പറ്റൂ. ഒരു അക്കൗണ്ടിങ് പഠിക്കാത്തൊരുത്തിന് ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ പഠിപ്പിച്ചിട്ട് അമാൽഗമേഷൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ ഒരു കാര്യമില്ല. സോ യു ആർ സപ്പോസ്ഡ് ടു ലേൺ. ഞാൻ മുൻകൂട്ടി പറയുന്നത് നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവാതിരിക്കാൻ യു ഷുഡ് നോ how to prepare the balance sheet of joint stock companies